നമസ്കാരം. കേരളത്തിൻ്റെ ഒരു പ്രധാന പ്രഭാത ഭക്ഷണമാണ് പുട്ട്. പുട്ടുകുറ്റിയിൽ പുട്ടുപൊടിയും ചിരവിയ തേങ്ങയും ഒക്കെ നിറച്ച് ആവിയിൽ വേവിച്ചാണ് പുട്ടുണ്ടാക്കുന്നത്. നമ്മുടെ മുത്തശ്ശിമാരെല്ലാവരും പണ്ടുണ്ടാക്കിയിരിക്കുന്നത് വളരെ പരമ്പരാഗത രീതിയിലായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് അതുപോലൊരു പുട്ട് എന്നത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഉടുപ്പി ബ്രാഹ്മിൻസ് വളരെ പരമ്പരാഗത രീതിയിൽ യാതൊരുവിധ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഉപയോഗിക്കാതെ പുട്ടുപൊടി നിർമ്മിക്കുന്നത്. ഇനി നമുക്ക് ഉടുപ്പി ബ്രാഹ്മിൻസിൻ്റെ സ്റ്റീംഡ് പുട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ഉടുപ്പി ബ്രാഹ്മിൻസിൻ്റെ സ്റ്റീംഡ് പുട്ടുപൊടി വേണം ആദ്യം. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം, നമ്മൾ ഉണ്ടാക്കുന്നത് എത്ര അളവിനാണ് ആ ഒരു അനുസരിച്ചാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത്. അത് ഞാൻ ഇനി പറഞ്ഞു തരാം. പിന്നെ നമുക്ക് തേങ്ങ വേണം, ആവശ്യത്തിന് ഉപ്പ്. ആദ്യമായിട്ട് നമുക്ക് മാവ് കുഴയ്ക്കണം പുട്ടിന്. അതിനായിട്ട് ഉടുപ്പി ബ്രാഹ്മിൻസിൻ്റെ സ്റ്റീംഡ് പുട്ടുപൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക്, ഇപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് അളവ് ആവശ്യം ആ ഒരു അളവിനനുസരിച്ച് നിങ്ങൾക്കിടാം. ഞാനിവിടെ 1 ഗ്ലാസ് അളവിലാണ് ഞാൻ എടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാറ്. സാധാരണ പുട്ടുപൊടിയൊക്കെ ആണെങ്കിൽ നമുക്ക് 1 കിലോ കൊണ്ട് 8 കുറ്റി പുട്ട് വരെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഉടുപ്പി ബ്രാഹ്മിൻസിൻ്റെ സ്റ്റീംഡ് പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ നമുക്ക് 1 കിലോ കൊണ്ട് ഒരു 10 കുറ്റി വരെ പുട്ടുണ്ടാക്കാവുന്നതാണ്. ഇനി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ഉപ്പിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിനത്ര പ്രത്യേകിച്ച് കണക്കുകളൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പുട്ട് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് കുറച്ചൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പുട്ടുകുറ്റിയിലെ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇത് ഞാൻ റെസ്റ്റ് ചെയ്യാനാണ് വെക്കുന്നത്. കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്തതിന് ശേഷം പുട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ മിക്സിയിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അത് ചെയ്യണമെന്ന് അത്യാവശ്യമില്ല, പക്ഷേ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവാനും കുറച്ചും കൂടി ഒന്ന് ഒരു ടെക്സ്ചർ കിട്ടാനും അത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ആൻഡ് UPയിലും മധ്യപ്രദേശിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും ഒക്കെ കിട്ടുന്ന വളരെ ഗുണമേന്മയുള്ള അരി കൊണ്ടാണ് സ്റ്റീംഡ് പുട്ടുപൊടി ഉടുപ്പി ബ്രാഹ്മിൻസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് പ്രത്യേകത ഗുണമേന്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ ഞാൻ മാവ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വെച്ച വെള്ളമൊക്കെ നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആദ്യം ചില്ലിടണം. ആദ്യത്തെ ലെയറായിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ തിളയ്ക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിൽ കുറച്ച് നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വെള്ളത്തിനൊരു നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതാണ്. അപ്പോൾ ഒരു 1-2 നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണം ഉണ്ടാവും. ഇതിങ്ങനെ കുറച്ചായിട്ട് നമുക്ക് നിറച്ച് കൊടുക്കാം. പുട്ടിൻ്റെ പരുവെന്ന് പറയുന്നത് ഒരു പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന രീതിയിലാണ് നമ്മൾ പുട്ടിന് മാവ് കുഴക്കേണ്ടത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇനി കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ പുട്ടുകുറ്റിയിലെ മാവ് ഒരുപാട് പ്രസ് ചെയ്ത് ഭയങ്കര ഹാർഡാക്കി ഇട്ട് കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ അത് വേവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചൊരു ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്കിനി അതിനെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കാം. പുട്ടിൻ്റെ വേവ് കറക്റ്റായി മനസ്സിലാവുന്നത് പുട്ടിൻ്റെ മുകളിലൂടെ ആവി വരുമ്പോഴാണ്. ആവി വന്നൊരു 2-3 മിനിറ്റിന് ശേഷം നമുക്ക് പുട്ടെടുക്കാവുന്നതാണ്. ഫ്ലെയിം നമുക്ക് കൂട്ടി കൊടുക്കാം. ഇനി അതാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഉടുപ്പി ബ്രാഹ്മിൻസിൻ്റെ സ്റ്റീംഡ് പുട്ട് ഞാനിപ്പോൾ വെച്ചിട്ട് ഏകദേശം 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആവിയൊക്കെ നന്നായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാനിനി ഒന്ന് എടുക്കാൻ പോവാണ്. ഓഫ് ചെയ്തിട്ട് എത്ര തേങ്ങ ഇടുന്നോ അത്രയും ടേസ്റ്റ് ആയിട്ടാണ് വരിക. വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് പുട്ട് കിട്ടിയിട്ടുള്ളത്.
വളരെ ഫ്ലഫി ആയിട്ടുള്ള ഒരു പുട്ടായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് നമുക്കതിന് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, ഭയങ്കര ഫ്ലഫി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഉടുപ്പി ബ്രാഹ്മിൺസിൻ്റെ സ്റ്റീംഡ് പുട്ട് വളരെ സോഫ്റ്റായിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഉടുപ്പി ബ്രാഹ്മിൺസിൻ്റെ ചോളപ്പുട്ട്, ഗോതമ്പ് പുട്ട്, റാഗി പുട്ട്, ചെമ്പ പുട്ട്, അങ്ങനെ ഏത് പുട്ടിൻ്റെ വേണമെങ്കിലും റെസിപ്പീസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിൻ്റെ തന്നെ പാക്കറ്റിലുള്ള QR കോഡ് സ്കാൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഉടുപ്പി ബ്രാഹ്മിൺസിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ റെസിപ്പീസ് എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു. കൂടുതൽ റെസിപ്പീസിനായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.udupibrahmins.com സന്ദർശിക്കുക.